Okay, good morning all of you. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു is a property of a coil which produce a back EMF that opposes the growing current or decaying current in the coil എന്ന് പറഞ്ഞു. ഇന്ന് അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. നമ്മൾ എക്സ്പെരിമെൻ്റ് ഫാരഡയുടെ 2 എക്സ്പെരിമെൻ്റ് പഠിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻ്റ് അതിൽ ഒരു കോയിലായിരുന്നു. അവിടെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ experiments. If there are two coils like a coil experiments, we have to consider mutual inductance. Mutual inductance നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനു മുമ്പ് നോൺ ഇൻഡക്റ്റീവ് കോയിലിനെ കുറിച്ചിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പറയാനുണ്ട്. സോ വി ക്യാൻ മൂവ് ടു അവർ ഓവർവ്യൂ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഒരു നോൺ ഇൻഡക്റ്റീവ് കോയിലിനെ കുറിച്ചിട്ട് ആദ്യം പഠിക്കുന്നു. ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. ദെൻ അതിനുശേഷം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്നും അതിൻ്റെ ഒരു ഡെമോ വീഡിയോ. Then mutual inductance can be quantitatively measured in terms of a coefficient of mutual inductance as in self-inductance. Self-inductance calculate ചെയ്തതുപോലെ coefficient of mutual inductance in the terms ലാണ് നമ്മൾ quantitatively measure ചെയ്യുക. So in terms of flux induced EMF. അതെങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നതെന്നും. ദെൻ യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്, ദെൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് വിത്ത് സെക്കൻഡറി വൈൻഡിങ്. പറ്റിയാൽ ന്യൂമാൻ തിയറം പറയും. ഓക്കെ, സോ ഫസ്റ്റ് നോൺ ഇൻഡക്റ്റീവ് കോയിൽ. എന്താണ് നോൺ ഇൻഡക്റ്റീവ് കോയിൽ? നമ്മൾ ഇൻഡക്റ്റീവ് ഏതൊരു കോയിൽ എടുത്തിട്ട് ഒരു സോളിനോയിഡ് രൂപത്തിൽ വൈൻഡ് ചെയ്താലും അവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. നോൺ ഇൻഡക്റ്റീവ് കോയിലിൽ നെറ്റ് ഇൻഡക്റ്റൻസ് വിൽ ബി 0. അതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. ഇൻഡക്റ്റൻസ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡബിൾ അപ്പ് വൈൻഡഡ് ഇൻസുലേറ്റഡ് വയർ എടുക്കുകയാണ്. ഓക്കെ, ഇൻ വിച്ച് ദ കറൻറ്റ് ഫ്ലോസ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഒന്ന് ഔട്ടർ ലെയറും മറ്റൊന്ന് ഇന്നർ ലെയറുമായിട്ട് വൈൻഡ് ചെയ്യുമ്പോൾ ഒന്നിലൂടെ പോകുന്ന കറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും നെക്സ്റ്റ് വൈൻഡിങ്ങിലൂടെ പോകുക. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് എന്തായിരിക്കും? മാറും, 0 ആയി മാറും. ഹെൻസ് നോ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നോൺ ഇൻഡക്റ്റീവ് കോയിൽ എന്ന് പറഞ്ഞാൽ ഈസ് പ്രിപ്പയർഡ് ബൈ വൈൻഡിങ് എ ഡബിൾ അപ്പ് ഇൻസുലേറ്റഡ് വയർ സച്ച് ദാറ്റ് കറണ്ട് ഇൻ ദ 2 wires flow in opposite directions, producing 2 equal magnetic fields in opposite direction. Hence the net magnetic field produced is always 0. Hence no inductive effect is produced. Okay, then എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ ഇൻഡക്റ്റീവ് കോയിൽ യൂസ് ചെയ്യുക? ടു മിനിമൈസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ്. കോയിൽ റെസിസ്റ്റൻസും ബോക്സ് ആർ വൂണ്ടഡ് സോ ആസ് ടു set up extremely small magnetic field. Resistant ബോക്സിലൊക്കെ സ്മാൾ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ഇൻഡക്റ്റൻസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യണത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒന്നുമില്ല, ഓൾറെഡി ഒരു കോയിലിൽ ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവും വിച്ച് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എ കറൻറ്റ്. മറ്റേ ഫീൽഡ് കോയിൽ അഗെയിൻ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആൻഡ് ദ കറൻറ്റ് ക്യാൻസൽസ് ഔട്ട്. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കോയിൽ ഈസ് ആൾവേസ് 0 ആൻഡ് ഹെൻസ് നോ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതാണ് നോൺ ഇൻഡക്റ്റീവ് കോയിൽ. ചെറിയൊരു ഡിസ്ക്രിപ്ഷനൊക്കെ ആയിട്ട് ചോദിക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിലാണ്. വാട്ട് ഡു യു മീൻ ബൈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സെൽഫ് ഇൻഡക്റ്റൻസ്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ ദാറ്റ് produces and back EMF to oppose the increase in growth or decay of current in the coil. അല്ലേ?
സ്വയം മീൻസ് സ്വന്തം ബോഡി തന്നെ സ്വന്തം കോയിലിൽ തന്നെ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീക്കേ ചെയ്യുന്ന കറൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ആ കോയിലിൻ്റെ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്തായിരിക്കും? മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, രണ്ട് പേര് വേണം എന്നാലുള്ളൂ മ്യൂച്വൽ റിലേഷൻ മ്യൂച്വൽ എന്നൊക്കെ പറയണമെങ്കിൽ രണ്ട് പേര് വേണം. സോ ഇവിടെ നമുക്ക് രണ്ട് കോയിൽ കൺസിഡർ ചെയ്യണം. സോ ഒരു കോയിലിൻ്റെ പ്രോപ്പർട്ടി മീൻസ് രണ്ട് കോയിൽസ് കൺസിഡർ ചെയ്യുമ്പോൾ സപ്പോസ് കോയിൽ 1 ആൻഡ് കോയിൽ 2 അല്ലെങ്കിൽ കോയിൽ എ അല്ലെങ്കിൽ കോയിൽ ബി കൺസിഡർ ചെയ്യുക. ദ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് കോയിൽ എ ടു ഒപ്പോസ് ദ ചേഞ്ച് ഇൻ കറൻറ്റ് ഇൻ കോയിൽ ബി. കോയിൽ ബിയിലുള്ള കറൻറ്റിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന കോയിൽ എയുടെ പ്രോപ്പർട്ടിനെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുക. ഇല്ലെങ്കിൽ തിരിച്ച് കോയിൽ എയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഇൻ കറൻറ്റ് വരികയാണെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന കോയിൽ ബിയുടെ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടിനെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുക. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോയിൽസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ ഡ്യൂ ടു വിച്ച് ഇറ്റ് ഒപ്പോസസ് the change in current, either growth in current or decay in current in the other coil, or you can say in neighboring coil. When the current in the neighboring coil changes, the flux sets up in the coil, and because of this change, flux EMF is induced in the coil called mutually induced EMF, and the phenomenon is known as mutual inductance. ഒന്നുമില്ല, കോയിൽ എയിൽ കോയിൽ ബിയിൽ ഒരു കറൻറ്റിൻ്റെ ഗ്രോത്ത് ഉണ്ട്. അതിനനുസരിച്ചിട്ട് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യുന്ന കോയിൽ എയുടെ പ്രോപ്പർട്ടിനെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഒരു ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് കോയിൽ ടു ഒപ്പോസ് ചേഞ്ച് ഇൻ കറൻറ്റ് ഇൻ ദ നൈബറിങ് കോയിൽ. തൊട്ടടുത്തുള്ള കോയിലിൽ എന്തെങ്കിലും കറൻറ്റിന് ചേഞ്ച് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഈ കോയിലിൻ്റെ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് നമ്മൾ ബേസിക് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമറിൽ നമ്മൾ എ സി ഫീൽഡ് കൊടുക്കുമ്പോൾ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് പ്രൈമറി കോയിലിലേക്കാണ്. ആ പ്രൈമറി കോയിലിലേക്കാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ആ ഇൻപുട്ടിൽ വല്ല ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ടെൻഡൻസി ഓഫ് ദ സെക്കൻഡറി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് ഫ്ലക്ച്വേഷൻസ് മാറ്റിയിട്ട് കോൺസ്റ്റൻറ്റ് പവർ സപ്ലൈ കൊടുക്കാൻ പറ്റും ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട്. Then motors, generators, any electrical components that interacts with another magnetic field. Thus we can define mutual inductance as the current flowing in one coil that induces a voltage in an adjacent coil. Okay. Then magnetic self-inductance കണ്ടുപിടിച്ചതുപോലെ തന്നെ mutual inductanceും ഡിസ്കവർ ചെയ്തത് ജോസഫ് ഹെൻറി തന്നെയാണ്. ഓക്കെ. ദെൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുന്നത് ഇൻ ടേംസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഒരു ഡെമോ വീഡിയോ കാണാം. ഓക്കെ, ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവിടെ ഫിനോമിനൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇൻ വിച്ച് എ ചേഞ്ച് ഇൻ കറൻറ്റ് ഓഫ് വൺ കോയിൽ കോസസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF in another coil. Okay, then coil in which current is changed is called primary coil, and the coil in which EMF is changing is called secondary coil. ഒരു ഇൻഡക്ടർ കൺസിഡർ ചെയ്തു, അവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ദെൻ ദ വോൾട്ടേജ് ഈസ് പാസിങ് ത്രൂ ദ കോയിൽ, മീൻസ് കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് EMF ഈസ് producing across the inductor. Then we are placing a secondary inductor near to the coil with a load. Okay, flux links with the secondary which induces current in it. ഇനി തിരിച്ചു നോക്കി നോക്കുക. സെക്കൻഡറി പ്രൈമറി കോയിൽ ഇവിടെ വെച്ചത്, വോൾട്ടേജ് ഇവിടെയാണ് സപ്ലൈ ചെയ്തത്, കറൻറ്റ് ചേഞ്ച് ചെയ്തു. കറൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യണു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്
പോകുന്ന ഭാഗത്ത് ഇൻ ദ സെയിം റീജിയൻ നമ്മൾ സെക്കൻഡറി കോയിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആൻഡ് ദെൻ ഇനി രണ്ട് കോയിലിലും നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഈ വോൾട്ടേജ് കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് 511. ദെൻ ഇത് കാരണം സെക്കൻഡറി കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് 512 ആണെങ്കിൽ ഇവിടെ സെക്കൻഡറി കോയിലും വോൾട്ടേജ് സപ്ലൈ ചെയ്തു. ഇത് കാരണം ഈ കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഈ കോയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് 522 ദെൻ പ്രൈമറി കോയിൽ ഉണ്ടാകുന്നത് 521 ആണെങ്കിൽ ഇവിടെ 512 ഈക്വൽ ടു 521 ആണ്. അതായത് ഇത് കാരണം സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന അതേ ഫ്ലക്സ് തന്നെയാണ് സെക്കൻഡറി കാരണം പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ്. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡ്യൂ ടു വിച്ച് എ ചേഞ്ച് ഇൻ കറന്റ് ഇൻ വൺ കോയിൽ കോസസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF ഇൻ അനദർ കോയിൽ പ്ലേസ്ഡ് നിയർ ടു ഇറ്റ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു വോൾട്ടേജ് ഇവിടെ ആദ്യം നമ്മൾ സപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്തു. ആ റീജിയൻസിൽ നമ്മൾ സെക്കൻഡറി കോയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ദാറ്റ് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ പ്രൈമറി കോയിൽ. ഓക്കെ, നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷനിലാണ് എന്നുള്ളത്. ഇവിടെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻ ടേംസ് ഓഫ് ഫ്ലക്സും ഇൻ ടേംസ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ഫ്ലക്സ് ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. സോ രണ്ട് കോയിൽ കൺസിഡർ ചെയ്യുക. വിത്ത് ആദ്യത്തെ കോയിലിൻ്റെ ലെങ്ത് L1ഉം സെക്കൻഡറി കോയിലിൻ്റെ ലെങ്ത് L2 ആണ്. വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ടേൺസ്, അല്ലെങ്കിൽ നമുക്ക് ലെറ്റ് ഇറ്റ് ബി പ്രൈമറി കോയിലിൽ N1 ടേൺസും ഉണ്ട്, സെക്കൻഡറി കോയിലിൽ N2 ടേൺസും ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, വെൻ ദ കറന്റ് ത്രൂ കോയിൽ 1 ചേഞ്ചസ്, ഈ കോയിൽ 1 നമ്മളൊരു വോൾട്ടേജ് സപ്ലൈക്ക് കൊടുക്കുക. ദെൻ അതിലുള്ള കറന്റ് ചേഞ്ച് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ കോയിൽ 1 പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡ്യൂസസ് EMF ഇൻ ദ കോയിൽ 2. ഓക്കെ, സിമിലർലി ഇവിടെ കോയിൽ 2ലാണ് നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചേഞ്ച് ഇൻ കറന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫ്ലക്സിലുള്ള ചേഞ്ച് ഇവിടെ ഒരു കറന്റിനെ produce ചെയ്യുന്നു. This mutual interaction between the two coils is discussed in terms of purely geometric quantity called mutual inductance. Okay, അപ്പോൾ നമുക്ക് നോക്കാം. ഫ്ലക്സ് ലിങ്കേജ് ഇൻ കോയിൽ 2 നമ്മൾ കൺസിഡർ ചെയ്യാണ് കോയിൽ 1 ആണ് വോൾട്ടേജിക്ക് സപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എവിടെയാണ്? 5 ഇവിടെയാണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ല, ചേഞ്ച് ഇൻ കറണ്ട് I1 കോയിൽ 1ലാണ്. ഓക്കെ, അത് ഒരു ഫ്ലക്സ് ലിങ്കേജ് ചെയ്യാണ് കോയിൽ 2ൽ. ക്ലിയർ? ആ ഫ്ലക്സ് ലിങ്കേജ് ഇൻ കോയിൽ 2 ഡ്യൂ ടു കറണ്ട് ഇൻ കോയിൽ 1. കോയിൽ 1ലുള്ള കറന്റ് കാരണം ലിങ്കേജ് ചെയ്ത കോയിൽ 2ലുള്ള ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? 521 ആണ് കോയിൽ 2ൽ ഒരു സിംഗിൾ ആണെങ്കിൽ ഉള്ളത്. ഇഫ് ദർ ആർ N2 ടേൺസ് ആയത് കാരണം N2 521 ആണ്, വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു I1. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഇവിടെ എത്ര കറന്റ് കൊടുക്കുന്നുണ്ട് അതിന് പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് can be replaced by M21. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M21. രണ്ടാമത്തേൽ ഉണ്ടാകുന്ന ഇൻഡക്റ്റൻസ് ഡ്യൂ ടു 1, അതാണ് ഇത്. ഓക്കെ, ഇവിടെ ഫ്ലക്സ് ഇൻ 2 ഡ്യൂ ടു 1, ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻ സെക്കൻഡറി കോയിൽ 2 ഡ്യൂ ടു കോയിൽ 1. ഓക്കെ, so M21 എന്താണ്? M21 can be written as N2 521 by I1. Then M21നെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ 2 കോയിൽസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി തിരിച്ചാലോചിച്ച് നോക്കുക. കോയിൽ 2ലാണ് നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുന്നത് വിത്ത് കറണ്ട് I2. ദെൻ ഫ്ലക്സ് ലിങ്കേജ് വിത്ത് കോയിൽ 1 എന്തായിരിക്കും? N1 512 ഈക്വൽ ടു M12 52. അതിൽ നിന്ന് നമുക്ക് M12നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. M12 ഈക്വൽ ടു N1 512 by I2. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ M21 ആണ്, അതിൽ
I1 let it be 1 ampere. I1 1 ampere ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് between two coil can be defined as the flux linkage produced when unit current passes through the neighboring coil. Neighboring coilലൂടെ ഒരു യൂണിറ്റ് കറന്റ് യൂണിറ്റ് ആംപിയർ കറന്റ് പാസ് ചെയ്യുമ്പോൾ ഈ കോയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ലിങ്കേജിനെയാണ് നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ M ഈക്വൽ ടു N2 ഇവിടെ I2 1 ആംപിയർ ആണെങ്കിൽ M ഈക്വൽ ടു N1512. Thus, coefficient of mutual inductance of two coils can be defined as the flux linkage with the neighboring coil. Neighboring coil linkage is the flux if one unit current is passing through this. അതാണ് terms of fluxil നമ്മൾ coefficient of mutual inductance നെ represent ചെയ്യുന്നത്. സോ ഇനി നമ്മൾ പറഞ്ഞു കോയിൽ 1ൽ ഉണ്ടാകുന്ന കറന്റ് കാരണം ഫ്ലക്സ് ലിങ്കേജ് ചെയ്യുന്നു കോയിൽ 2ൽ, തിരിച്ച് കോയിൽ 2ലാണെങ്കിൽ കോയിൽ 1ലും. സോ നമുക്ക് ഇത് എന്ത് പ്രൂവ് ചെയ്യണം? ഇവ രണ്ടും ഈക്വൽ ആണ്. മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എത്രയാണോ കൊടുക്കുന്നത് അയാളും അതേപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യണം. സോ എൻ്റെ ബിഹേവിയറിനനുസരിച്ച് എൻ്റെ ബിഹേവിയറിലുള്ള ചേഞ്ചസിനനുസരിച്ചിട്ടായിരിക്കും മറ്റയാളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുക. ഓക്കെ, സോ അതിനെ നമുക്ക് പറയുന്ന പേരാണ് റെസിപ്രോസിറ്റി തിയറം. റെസിപ്രോസിറ്റി തിയറം എങ്ങനെ പറയുന്നത്? റെസിപ്രോസിറ്റി തിയറം പ്രകാരം ഒരു കോൺസ്റ്റന്റ് കറന്റ് ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ഉള്ളതിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എത്രയെന്നാ പറയുന്നത്? -N × I × 5. സോ വർക്ക് ഡൺ ഒരു കോയിൽ 2നെ സ്റ്റേഷനറി ആക്കി നിർത്തിയിട്ട് കോയിൽ 1ലെ കറണ്ടാണ് വാരി ചെയ്യുന്നതെങ്കിൽ വർക്ക് ഡൺ, ആ കറണ്ട് വാരി ചെയ്യാനുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് W = N1I1 ആണ്. തിരിച്ച് കോയിൽ 2ലെ കറന്റ് കോയിൽ 1ലെ കറന്റ് സ്റ്റേഷനറി ആക്കി നിർത്തിയിട്ട് കോയിൽ 2ലെ കറന്റാണ് വാരി ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാൻ എടുക്കുന്ന വർക്ക് = N2I2 ∅21. ഇപ്പം നിങ്ങൾ കൺസിഡർ ചെയ്യൂ, നേരത്തെ നമ്മൾ കണ്ട വീഡിയോയിൽ ആ രണ്ട് ഭാഗത്തും വോൾട്ടേജ് സപ്ലൈ ചെയ്തു. അപ്പം രണ്ട് ഭാഗത്ത് വോൾട്ടേജ്, ഫസ്റ്റ് നമ്മളൊരു വോൾട്ടേജ് പ്രൈമറിയിൽ സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ലിങ്കേജ് ചെയ്തു ഡ്യൂ ടു പ്രൈമറി. അതിലാണ് മറ്റേ ഫീൽഡ് കൊണ്ടുവന്ന് വെച്ചത്, ആ സെൻറ്ററിലുള്ള 512 ഓർമ്മയില്ലേ? അതേപോലെ സെക്കൻഡറിയിൽ വെക്കുമ്പോഴും ഉണ്ടാകുന്ന ഫ്ലെക്സ് ലിങ്കേജ് എന്താണ്? 521. അത് രണ്ടും ഈക്വൽ ആണ്. സോ അവിടെ നമ്മൾ ആ ഫ്ലെക്സ് ഉണ്ടാക്കാനെടുക്കുന്ന വർക്ക് ഡൺ, ചെയ്ത വർക്ക് ഡൺ ഈക്വൽ ആണ്. സോ നമുക്ക് ഇവ രണ്ടിനെയും എന്ത് ചെയ്യാൻ പറ്റും? ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. N1I1 ∅12 = N2I2 ∅21. ഇനി ഇതിന്ന് കറൻറ്റിൻ്റെ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. N1 ∅12/I2 = N2 ∅21/I2. ഇതെന്താണ്? ഫസ്റ്റ് ടേം റെപ്രസെൻറ്റ്സ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M12, സെക്കൻഡ് ടേം റെപ്രസെൻറ്റ്സ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M21 ആണ്. ദിസ് ഈസ് എ റിമാർക്കബിൾ പ്രോപ്പർട്ടി ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിച്ച് ഈസ് ടേംഡ് ആസ് റെസിപ്രോസിറ്റി തിയറം. ബിക്കോസ് ഓഫ് ദീസ് നമുക്ക് ഓരോന്നിൻ്റെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണണ്ട. ക്ലിയർ? M12 = M21 ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു M കണ്ടാൽ മതി. ഓക്കെ, ദെൻ നമ്മൾ ഫ്ലെക്സ് വെച്ചിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇൻഡ്യൂസ്ഡ് EMF വെച്ചിട്ട് എങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാന്ന്. അക്കോർഡിംഗ് ടു Faraday's law of electromagnetic induction is proportional to -d∅/dt for one turn. ഒരു സിംഗിൾ ടേൺ ഉള്ള കോയിൽ E = -d∅/dt ആണ്. ഫോർ n turns it will be equal to -d/dt of N∅. So E1 = coil 1ൽ ഇൻഡ്യൂസ് ചെയ്ത EMF = -d/dt of N1 ∅12. കോയിൽ 2ലാണ് ഇൻഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായി മാറും? -d/dt of N2 ∅21. ക്ലിയർ? അപ്പോൾ E1 ഈസ് പ്രൊപ്പോർഷണൽ ടു, നമുക്ക് N1 ∅1 എങ്ങനെ കിട്ടുക? നേരത്തെ പറഞ്ഞു N∅/I ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് M × I ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ -d/dt of MI2, ഇവിടെ -d/dt of MI1. ചേഞ്ച് ഇൻ കറന്റ് എവിടത്തെയാണ്? ഫസ്റ്റ് പ്രൈമറി കോയിലത്തെയാണ്. E2 കിട്ടണമെങ്കിൽ, പ്രൈമറി കോയിലിലെ ഇൻഡ്യൂസ്ഡ് EMF കിട്ടണമെങ്കിൽ സെക്കൻഡറി കോയിലിലെ കറന്റ് കൺസിഡർ ചെയ്യണം. വെൻ di1/dt = di2/dt = 1 ആംപിയർ പെർ സെക്കൻഡ് ആണെങ്കിൽ M എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലായി മാറും?
ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനോട് ഈക്വൽ ആയിട്ട് മാറും. Thus, coefficient of mutual induction M of a coil is numerically equal to the induced EMF in one coil when current in another coil changes at a rate of 1 ampere per second. കോയിൽ 2ലാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത് EMF എങ്കിൽ ഇവർ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കോയിൽ 1ൽ കറണ്ട് 1 ആംപിയർ പെർ സെക്കൻഡ് ചേഞ്ച് ചെയ്യാണ് കറണ്ട് എങ്കിൽ അത് ഉണ്ടാക്കുന്ന ഇൻഡ്യൂസ്ഡ് EMFനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നോക്കാം. യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് പോലെ തന്നെ യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഹെൻറിയാണ്. എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഫസ്റ്റ് കോയിലിൽ വോൾട്ടേജ് കൊടുത്തിട്ട് സെക്കൻഡ് കോയിൽ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ് ഫ്ലക്സ് EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ നമുക്ക് M21 which can be written as N2 phi21 by I1. Okay, ഇതിൽ N2 phi21 let it be 1 Weber and I1 be 1 ampere ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈക്വൽ ടു 1 ഹെൻറി. ഓക്കെ, ഇതേപോലെ തന്നെയാണ് തിരിച്ച് സെക്കൻഡ് കോയിലിൽ നമ്മൾ വോൾട്ടേജ് കൊടുത്ത് ഫസ്റ്റ് കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡ് കോയിൽ വോൾട്ടേജ് കൊടുത്തിട്ട് അവിടെ ഉണ്ടാകുന്ന കറണ്ട് I2 കാരണം ഫസ്റ്റ് കോയിലിൽ N1 ടേൺസ് ഉള്ള ഫസ്റ്റ് കോയിൽ ഫ്ലെക്സ് ലിങ്കേജ്ഡ് ടോട്ടൽ ഫ്ലെക്സ് ലിങ്കേജ്ഡ് 512 N1 ആണെങ്കിൽ അവിടെയുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ M12 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. N1 512 ലെറ്റ് ഇറ്റ് ബി 1 വെബർ, I2 1 ആംപിയർ, M1 ഹെൻറി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് 1 ഹെൻറി എന്ന് എപ്പോൾ പറയാൻ പറ്റും? 2 കോയിൽസ് ആർ സെറ്റ് ടു ഹാവ് എ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 1 ഹെൻറി. 2 കോയിൽസിന് 1 ഹെൻറി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ട് ഇഫ് 1 ആംപിയർ കറന്റ് ഫ്ലോയിങ് ത്രൂ 1 കോയിൽ ഇൻഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഫ്ലെക്സ് ഓഫ് 1 വെബർ ഇൻ അതർ. ഒരു കോയിലിൽ 1 ആംപിയർ കറന്റ് പാസ് ചെയ്യുമ്പോൾ മറ്റേ കോയിലിൽ 1 വെബർ ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമുക്ക് 1 ഹെൻറി ആണ് എന്ന് പറയാൻ പറ്റും. ഇൻ ടേംസ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ പറയാൻ പറ്റും? ആൾട്ടർനേറ്റ്ലി വി ക്യാൻ സേ 1 ഹെൻറി ആസ് ഇൻഡ്യൂസ്ഡ് EMFനെ നമുക്കറിയാം -MdI2/dt. put E1 equal to 1 volt, di2/dt equal to 1 ampere per second. അങ്ങനെയാണെങ്കിൽ 2 കോയിൽസിന് 1 ഹെൻറി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ട്. എപ്പോൾ ഒരു കോയിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റ് ബി 1 ആംപിയർ പെർ സെക്കൻഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത കോയിലിൽ 1 വോൾട്ട് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ 2 കോയിലിനും 1 ഹെൻറി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ആർ ഗോയിങ് ടു ഡെവലപ്പ് എ റിലേഷൻ കണക്റ്റിംഗ് സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ത്രൂ എ കോൺസ്റ്റൻറ്റ്. സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും തമ്മിൽ നമ്മളൊരു റിലേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ വി നീഡ് എ constant, and that constant is known as coefficient of coupling or coupling constant എന്ന് അറിയപ്പെടും. Okay, consider 2 magnetic coupled coils 1 at 2. ഒരു 2 കോയിൽസ് വിചാരിക്കുക, coil 1 and coil 2. coil 1 contains N1 turnsum, coil 2 contains N2 turnsum ആണ്. Let I1 be the current through coil 1 and I2 be the current flowing through coil 2. Then the flux phi1 produced in coil 1 due to current. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ വീഡിയോയിൽ ലാസ്റ്റ് കണ്ടപ്പോൾ എന്താ കണ്ടത്? 2 ഭാഗത്തും വോൾട്ടേജ് സപ്ലൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് കോയിൽ 1ൽ വോൾട്ടേജ് സപ്ലൈ ചെയ്യുമ്പോൾ ദർ ഈസ് എ സെൽഫ് ഇൻഡക്റ്റൻസ് phi11 എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് phi1
ഡ്യൂ ടു കറണ്ട് I1. കോയിൽ 1-ൽ തന്നെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഫ്ലക്സ് ഡ്യൂ ടു കറണ്ട് I1. അതിനെ നമുക്ക് എന്തിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഫ്ലക്സ് Φ1 ഈക്വൽ ടു L1 I1 ബൈ N1, വേർ L1 എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ 1 ആണ്. ഓക്കെ, ഇനി ആ കോയിൽ 1-ൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഒരു ഫ്രാക്ഷനാണ് കോയിൽ 2-ലേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ, സപ്പോസ് എ ഫ്രാക്ഷൻ K1 ഓഫ് ദിസ് ഫ്ലക്സ്, അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ K1 Φ1 ആണ് സെക്കൻഡ് കോയിലേക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ, അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദിസ് 2 കോയിൽസ് വിൽ ബി, എങ്ങനെ എഴുതാൻ പറ്റും? M ഈക്വൽ ടു, സാധാരണ നമ്മൾ ചെയ്യാറ് സെക്കൻഡ് കോയിലല്ലേ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് N2 Φ21 ബൈ I1. ഓക്കെ, ഇനി Φ21 എന്ന് പറയുന്നത് ഫ്ലക്സ് ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ്ഡ് ഇൻ ദ സെക്കൻഡ് കോയിൽ ഡ്യൂ ടു ഫസ്റ്റ് കോയിൽ അല്ലേ? അപ്പോൾ ഫസ്റ്റ് കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഫ്ലക്സ് എത്രയാണ്? Φ1 ആണ്. അതിൻ്റെ എത്രയാണ് സെക്കൻഡ് കോയിലേക്ക് കൊടുത്തത്? K1 Φ1 ആണ്. സോ Φ21-നെ നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും? N2 K1 Φ1 ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി Φ1 എന്ന് പറയുന്നത് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഫ്ലക്സ് ആണ് ഓഫ് ഇൻ ദ ഫസ്റ്റ് കോയിൽ. ആ Φ1-നെ വി ക്യാൻ റീപ്ലേസ് ബൈ L1 I1 ബൈ N1. ഓക്കെ, സോ M will be N2 K1 L1 ബൈ N1. ഈ അടിയിലെ I1ഉം മേലത്തെ I1ഉം എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ക്ലിയർ? ഇനി സെക്കൻഡ് കോയിൽ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് കോയിലാണ് നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്തതെന്ന് വിചാരിക്കുക. ആ സെക്കൻഡ് കോയിൽ ഇൻഡ്യൂസ് അല്ലെങ്കിൽ ചെയ്യപ്പെടുന്ന ഫ്ലക്സ്, ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ഡ്യൂ ടു സെൽഫ് ഇൻഡക്റ്റൻസ് Φ2 ആണെങ്കിൽ, നമുക്കതിനെ ഇൻ ടേംസ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ടേംസിൽ എങ്ങനെ പറയാം? L2 I2 ബൈ N2. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ഫ്രാക്ഷനാണ് നമ്മൾ ഫസ്റ്റ് കോയിലേക്ക് കൊടുക്കുന്നത്, K2 ഫ്രാക്ഷൻ. സോ K2 Φ2 ആണ് ഫ്ലക്സ് ലിങ്കേജ്ഡ് വിത്ത് ദ ഫസ്റ്റ് കോയിൽ K2 Φ2 ആണ് ഫസ്റ്റ് കോയിലായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? M ഈക്വൽ ടു, എവിടെയാണ് ലിങ്ക് ചെയ്യുന്നത്? കോയിൽ 1-ലാണ്. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻ കോയിൽ 1 പ്ലസ് Φ12 ബൈ I2. ദെൻ Φ12 എന്ന് പറഞ്ഞാൽ Φ2 ആണ്. വി ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് K2 Φ2 which is equal to N2 L2 I2 by N2 into K2 by I1. I1ഉം ക്യാൻസൽ ചെയ്തു. സോറി, I2 ആണ് കേട്ടോ ഇവിടെ. ദിസ് ഇസ് I2, the I2 ആണ്. ഓക്കെ, റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് N1 by N2 K2 L2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? M ഇൻറ്റു M സ്ക്വയർ ആയി കിട്ടും. ഓക്കെ, ദെൻ N2 ബൈ N1 ഇൻറ്റു N1 ബൈ N2 രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഇതിന് എന്താ ഉള്ളത്? K1 K2 L1 L2. ഇഫ് K1 ഈക്വൽ ടു K2 ആണെങ്കിൽ ഇറ്റ് വിൽ ബി K സ്ക്വയർ L1 L2. ദെൻ M ഈക്വൽ ടു K ഇൻറ്റു റൂട്ട് L1 L2. സോ ദിസ് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് mutual inductance and self-inductance. Okay, then coefficient of coupling is K. Okay, clear ആയോ? എന്തപ്പോൾ പറഞ്ഞത്? ഒരു കോയിൽ കൺസിഡർ ചെയ്തു, ആ കോയിലിൽ നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിൽ തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നുണ്ട്. ആ ഇൻഡ്യൂസ്ഡ് മീൻസ് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ്. ആ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ K ഫ്രാക്ഷൻസ് ആണ് സെക്കൻഡ് കോയിലേക്ക് കൊടുക്കുന്നത്. ആ K ഫ്രാക്ഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് അവിടെ ഇൻഡ്യൂസ്ഡ് ഇൻഡക്റ്റൻസ് ഫോം ചെയ്യുന്നത്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഫോം ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അതേപോലെ തന്നെയാണ് തിരിച്ചും. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് നമ്മൾ റിലേഷൻ കണക്റ്റിംഗ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് വിത്ത് സെക്കൻഡറി വൈൻഡിങ് നോക്കാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സോളിനോയിഡ്, ദാറ്റ് മീൻസ് ഒരു കമ്പിച്ചുരുളിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് നോക്കി. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന കമ്പിച്ചുരുളിന് ഡബിൾ വൈൻഡിങ് ഉണ്ട്.
ഫസ്റ്റ് വൺ ഒരു പ്രൈമറി കോയിൽ വെച്ച് വൈൻഡ് ചെയ്യുന്നു, ദെൻ ഒരു സെക്കൻഡറി കോയിൽ വെച്ച് വൈൻഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സോളിനോയിഡിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇവർ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ എത്രയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഫോർ ദിസ് ലെറ്റ് us take a primary coil with length L. Okay, let N1 be the number of turns in primary coil and N2 be the number of turns in secondary coil. Let A be the common area of a cross section of both solenoids. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കറണ്ട് കൊടുക്കുന്നത് എവിടേക്കാണ്? പ്രൈമറി കോയിലേക്കാണ്. ലെറ്റ് when a current I passes through the primary solenoid, the magnetic induction produced along the axis of the solenoid is B. ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് mu0 n into I എന്നാണ്. where small n is number of turns per unit length, which is equal to n1 by L. Okay, clear? Then next നമ്മൾ നോക്കുകയാണ് ഈ ചുരുളിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ക്രോസ് സെക്ഷൻ എ. ഒരു എ ഏരിയ ക്രോസ് സെക്ഷനുള്ള കമ്പി ചുരുളാണല്ലോ ഈ പ്രൈമറി കോയിൽ. അപ്പോൾ അതിന് ചുറ്റും ഉള്ള ഫ്ലക്സ് ലിങ്ക് ചെയ്തത് എത്രയാണ്? ദാറ്റ് മീൻസ് ഇതിൽ എത്രയാണോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദാറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ദാറ്റ് ഈസ് mu0 n1 by L ഇൻറ്റു I ഇൻറ്റു എ. ഓക്കെ, അപ്പോൾ അതും ഓക്കെയാണ്. ദെൻ ഈ ഇവിടെ ഉണ്ടായ ലിങ്ക് ചെയ്ത അതേ ഫ്ലക്സ് തന്നെയാണ് N2 ടേൺസിലൂടെയും പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് വരും? N2 ഇൻറ്റു 5 ആയിരിക്കും സെക്കൻഡറി കോയിലിൽ ലിങ്ക് ചെയ്ത ഫ്ലക്സ്. സോ ദ ഫ്ലക്സ് ലിങ്കേജ് വിത്ത് സെക്കൻഡറി ബി N2 5. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mu0 N2 n1 by L ഇൻറ്റു I ഇൻറ്റു എ. Thus, ഇവർ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബൈ അസ്യൂമിങ് ദാറ്റ് ദർ ഇസ് നോ ലീക്കേജ് ഫ്ലക്സ്. ലീക്കേജ് ഫ്ലക്സ് ഇല്ല എന്ന് അസ്യൂം ചെയ്തിട്ടുള്ള ഇവർ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്രയായിരിക്കും? ഇവിടെയാണ് നമ്മൾ കറണ്ട് കൊടുത്തത്, ഇതിൻ്റെ എത്രയോ പ്രൊപ്പോർഷനാണ് ഇവിടെ ഫ്ലക്സ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിൽ ബി N2 ഇൻറ്റു 5 by I. Okay, N2 into 5 by I. That will be equal to mu0 N2 N1 A by L. Iയും cancel ചെയ്തു. Okay, clear? So mutual inductance അങ്ങനെ calculate ചെയ്തു. Then next, if the core of the magnet material has a relative permittivity μr, ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ അയൺ കോറുണ്ടോ ഇല്ലെങ്കിൽ കോപ്പർ കോറുണ്ടോ ഒക്കെ ആയിരിക്കും മെറ്റീരിയലുണ്ട്. സോ അവർക്ക് ഒരു റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉണ്ട്, അത് μr. ദെൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിൽ ബി ദാറ്റ് μr മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സോ m will be equal to mu0 μr N2 N1 A by L. ഇതാണ് നിങ്ങളുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ സെക്കൻഡറി വൈൻഡിങ് അല്ലെങ്കിൽ ഈ സോളിനോയിഡിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. എന്താ ചെയ്തത്? പ്രൈമറി കോയിലേക്കാണ് കറണ്ട് പാസ് ചെയ്തത്. അവിടെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ എത്ര ഫ്ലക്സ് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്, ആ ഫ്ലക്സിൻ്റെ സെക്കൻഡറിക്ക് എത്തുമ്പോൾ എത്ര ഫ്ലക്സ് ആയി മാറുന്നു. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ നോക്കി N2 5 by I. അതിൽ നിന്ന് if the magnetic material has a relative permittivity μr, അങ്ങനെയാണെങ്കിൽ mutual inductance will be m equal to mu0 μr N2 N1 A by L. Okay.